മുല്ലപ്പെരിയാറിൻ്റെ കാര്യം മലയാളിയെ സംബന്ധിച്ചുള്ളതൊരു ഓൾമോസ്റ്റ് ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അത് 40 വർഷത്തെ മീഡിയ ആക്ടിവിറ്റിയുടെ ഒരു ഫലം കൂടിയാണ്. റിലൻറ്റ്ലെസ്സായി നമ്മളിങ്ങനെ മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ 1978 ആദ്യമായിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റി കേൾക്കുന്നത്. അപ്പം അന്ന് തൊട്ട് നമ്മൾ ഈ ഡാമിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പേടിക്കുന്നു. എവറി 10 years വി ഹാവ് ദിസ് കെയർ കമ്മിങ് അപ്പ്. അപ്പോൾ നമ്മളുടെ ബേസിക്കായിട്ടുള്ള ഹൈപ്പോത്തിസിസ് എന്താണെന്ന് 1887 97 എന്തോ ഉണ്ടാക്കിയ ഡാമാണ്. പ്രായമായി, അതുകൊണ്ടത് ഡീകമ്മീഷൻ ചെയ്യണം, അല്ലെങ്കിൽ വൾനറബിൾ ആണ് എന്നുള്ളതാണ്. ഒരു ഡാം എന്ന് പറയുന്നത് അതിൻ്റെ സുരക്ഷ അത് എന്നുണ്ടാക്കിയെന്നുള്ളതിനെ അനുസരിച്ചല്ല ഇരിക്കുന്നത്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. പക്ഷേ ഇത് മുല്ലപ്പെരിയാറിന് മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ ഇപ്പോൾ 60ഓളം ഇപ്പോഴത്തേക്കോളം മേജർ ഡാമുകളുണ്ട്. ഈ ഓരോ ഡാമുകളെയും നമ്മൾ ഒരേ ഫ്രെയിംവർക്കിൽ കൂടിയാണ് അനലൈസ് ചെയ്യേണ്ടത്. 60 ഡാമുകളെല്ലാം നമ്മൾ വേണ്ട തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 60 ഡാമുകൾക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ നമ്മൾ ഒരു കോമൺ ഫ്രെയിംവർക്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then you will have some dams which are completely fine and safe, some dams which probably need improved attention, and some dams which may have to be decommissioned for safety reason. ഈ തരത്തിലൊരു അനാലിസിസുമായിട്ട് നമ്മൾ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഹാവ് ബെറ്റർ ക്രെഡിബിലിറ്റി മറ്റുള്ള ആളുകളുടെ അടുത്ത് പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഈ 59 ഡാമുകളും കംപ്ലീറ്റ്ലി ഫൈൻ, എല്ലാം ഒരു കുഴപ്പമില്ല, നമ്മളതിനെപ്പറ്റി വറി ചെയ്യുന്നില്ല. ഈ ഒരു ഡാം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അതിന് അത്രമാത്രം ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. So this is my hypothesis. Will we have to decommission Hydel power plant? In my mind, there's no doubt. The Hydel power plant will be decommissioned in future. Now, when that future will come, and when that will come to Kerala, that is debatable. But future rivers will flow. Increasingly humanity is recognizing that the river has a right to flow. ആ റിവർ ചില രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിലാണെന്ന് തോന്നുന്നു, അത് കാനഡയിലാണോ, ആ നദിക്ക് ഒഴുകാനുള്ള അവകാശം നിയമപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരും. നമ്മളുടെ നാട്ടിൽ അണ കെട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ ഇടുക്കിയെല്ലാം കണ്ടിട്ടുണ്ടാവും. അണ, ദർസ് നോ റിവർ. ആ അപ്പസ്റ്റ് പോയിന്റിൽ അതില്ലാതെ ആവാണ്. ഇപ്പോൾ ഇടമലയാറ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, നദി വരുന്നു, അണ കെട്ടുന്നു, 0. പക്ഷേ ഇപ്പോൾ ഈ പൂർണ്ണമായിട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നദിക്ക് ഒഴുകാനുള്ളൊരു അവകാശമുണ്ടെന്നും നദിക്ക് അവകാശമുള്ള ഒരു ബേസ് എൻവയോൺമെൻറ്റൽ ഫ്ലോ നിലനിർത്തി മാത്രമേ അണക്കെട്ട് വെള്ളം ഉപയോഗിക്കാമുള്ളൂ എന്നുള്ളത് പല രാജ്യങ്ങളും എസ്റ്റാബ്ലിഷ്ഡാണ്. പല രാജ്യങ്ങളിലും ഈ നദിയിൽ കൂടെ കടന്നു പോകുന്ന മത്സ്യങ്ങളുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങൾക്ക് കടന്നു പോകാനായിട്ടൊരു ഫിഷ് ലാഡർ ഉണ്ടാക്കിയിരിക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അതായത് ഈ 1 കിലോമീറ്റർ നീളം ഉണ്ടാകും ഫിഷ് ലാഡറിന്. അപ്പോൾ ചെറുതായിട്ട് വന്നു, ഒരു ചെറിയ ജമ്പ് നടത്തി, ഒരു ചെറിയ പോണ്ടിലെത്തി, അവിടെ നിന്ന് അടുത്ത പോണ്ടിലേക്ക് എത്തി, ഡാം മുഴുവൻ കടന്നു പോകാനുള്ളൊരു അവകാശവും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ യൂട്യൂബിൽ നോക്കി അറിയാം, ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ആ കോൺഷ്യസ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻച്വലി ദാറ്റ് കോൺഷ്യസ്നെസ് വിൽ ഗോ ഫർദർ ആൻഡ് ഡാംസ് വിൽ ബി ഡീകമ്മീഷൻഡ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 2024 യൂറോപ്യൻ യൂണിയനിൽ ഒരു EU റെസ്റ്റോറേഷൻ ലോ പാസ് ചെയ്തു. അതിൽ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നദികളിൽ അതിലുള്ള ഒബ്സ്ട്രക്ഷൻസ് എടുത്തു കളയും എന്നാണ്. അപ്പോൾ ദാറ്റ്സ് ഹൗ ദ വേൾഡ് ഈസ് തിങ്കിങ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. നദിയുടെ അവകാശത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ ഒരു ബോധം, ആ പരിസ്ഥിതിയെ ബോധത്തിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഇത് സംഭവിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് എക്കണോമിക്കലി എഫിഷ്യൻ്റ് അല്ലാതെ വരും. ഇപ്പോൾ സോളാറായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലി ഹൈഡ്രൽ വിൽ നോട്ട് ബി എഫിഷ്യൻ്റ് ആയിരിക്കും. കേരളത്തിലെ എനിക്ക് തോന്നുന്നു 1/3 ഓഫ് ദ ഡാംസ് ആർ ആക്ച്വലി ഫോർ ഇറിഗേഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് മാത്രമല്ല, ഇറിഗേഷൻ്റെ ഡാമുകളുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഡാമുകളുണ്ട്. കേരളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇറിഗേഷൻ ഇപ്പോൾ ഒരു വലിയൊരു വിഷയമല്ല. ഒരു കാലത്ത് അതിന് വലിയ കാരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതല്ല. പല സ്ഥലങ്ങളിലും നിങ്ങൾ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചറിയാം, എവിടെയൊക്കെ ഇറിഗേഷൻ കനാൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃഷി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇറിഗേഷൻ കനാൽ വരുന്നു, കനാലിൻ്റെ സൈഡിൽ കൂടെ റോഡ് വരുന്നു, റോഡും വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട് വയ്ക്കുന്നു, വീട് വെച്ച് കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ വില കൂടുന്നു, അതവിടെ കൃഷി കുറയുന്നു. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ ഏറ്റവും കുറച്ച് കൃഷി നടക്കുന്നത് കനാൽ വന്ന സ്ഥലത്താണ്. ആ കനാൽ വന്ന സ്ഥലം പാർട്ട്ലി ഹൗസിംഗ് ആയി, പാർട്ട്ലി പ്ലൈവുഡ് ഇൻഡസ്ട്രിയായി, ബിക്കോസ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇപ്പോൾ ഇറിഗേഷൻ കനാൽ പ്രധാനമായിട്ട് പല സ്ഥലത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ടല്ല, ഒരു വാട്ടർ സെക്യൂരിറ്റിയാണ്. സമ്മറായി കഴിയുമ്പോൾ വെള്ളം ഗ്രാമങ്ങളിലെത്തുന്നത്
ഇറിഗേഷൻ കനാൽ വഴിയാണ്. അത് വളരെ സൗകര്യമുള്ള കാര്യമാണ്. പക്ഷേ സമ്മറിലെ വാട്ടർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു ഡാം ഉണ്ടാക്കി അത് കനാൽ വഴി ഉണ്ടാക്കി ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തതാണോ? ഈ ഒരു ചോദ്യം നമ്മുടെ സമൂഹം ചോദിച്ചു തുടങ്ങും. നമ്മുടെ ഗ്രാമങ്ങളിൽ ആളുകൾ താമസിക്കുന്നത് തന്നെ കുറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറുന്നതോടെ ഡാമുകൾ മൊത്തമായിട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നൊരു കാലം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ KSEB ഒരു ക്യാമ്പയിൻ അതിങ്ങനെ ഒരു ഐഡിയ മൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാണ്ട് എസ്റ്റാബ്ലിഷ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈസ് ഇറ്റ് ഫീസിബിൾ ഫോർ ദം? കാരണം നമുക്ക് ഏത് പ്രോജക്റ്റ് വന്നാലും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഹൈഡൽ പ്രോജക്റ്റുകൾ ഭയങ്കര ഓപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഹൗ ഫോർ ദിസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇസ്? ഞാൻ ആക്ച്വലി ഇത് ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്നുള്ളത് എനിക്ക് ഡിസൈഡ് ഉണ്ട്. ഐ തിങ്ക് പ്രോബ്ലി ദേ ആർ ലുക്കിംഗ് അറ്റ് ഹൈഡൽ പവർ പ്ലാന്റിനുള്ള റെസിസ്റ്റൻസ് കാണുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. സോ ഐ ഡോണ്ട് നോ. ഞാൻ ആക്ച്വലി ആയിട്ട് കാണുന്ന റിന്യൂവബിൾ ഈസ് ദ ഫ്യൂച്ചർ. ആൻഡ് the dramatic changes which are happening, which has happened in solar energy is and it is expected to continue, and that combined with green hydrogen, I think would determine the future of energy എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കേരളത്തിലൊരു ഫ്യൂച്ചർ എനർജിയെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മിക്സിൽ ന്യൂക്ലിയർ ഉണ്ടാവില്ല. I think I will be putting that into renewables. Many countries are already producing more energy out of renewables than conventional fossil fuel or nuclear fuel. And yesterday I read that for the first time in history in China, they produce more electric cars than fossil fuel cars. And I think the future of car, in my opinion, is absolutely going to be electric. So a combination of renewable energy, green hydrogen, electric cars, that's where we should be thinking if we stand now. Solar, we can generate power in the night now. Night demand ATM. Shall I take this and then I'll come back? ഇതിന് പല സൊല്യൂഷൻസ് ഉണ്ട് ഈ സോളാറിൻ്റെ കാര്യത്തിൽ. ഒന്നാമത്തേത്, യു ക്യാൻ ക്രിയേറ്റ്, for example, last year I went to Dubai. Dubai has world's largest concentrated solar power plant. Okay, so what they do is that they have this huge area, I don't know, 500 hectares or something, of solar panels, and the middle of which they have a, if I recall, molten sodium vessel. So solar energy will melt sodium and the energy will be retained in that for 18 hours. So for the next 18 hours it can then release solar energy back into the system, so that if all through night they can cover, and plus another 6 months for another 6 hours. That's a large project but still not economically viable. അതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. പക്ഷേ ഇങ്ങനെ സോളാറിലൊക്കെ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യു ഡെമോൺസ്ട്രേറ്റ് സംതിങ്, ദെൻ എഫിഷ്യൻസി സ്റ്റാർട്ട് ടു കം അപ്പ് ഇൻ വേരിയസ് സ്റ്റേജസ്. സോ technically it's possible to create some sort of a solar energy which crosses that problem. What is also expected is that the battery and storage, that would take care of some of the problem. What's also expected is that the whole conversion to green hydrogen, and green hydrogen would take care of that problem. What I ultimately expect to happen is that because solar energy and efficiency will become so, it will be so cheap that in another 10 to 15 years, energy will be like data. നമ്മളെല്ലാം ചെറുപ്പകാലത്ത് data was very expensive, and now data is like almost nothing. And at that point, there will be probably one global grid that, wherever it is, it's always somewhere day in the world, and there are a lot of places in the world where solar is, in the Middle East, in Sudan, in Sahara, and then either through as a liquid nitrogen storage like CNG shipping, solar energy will be shipped in a ship to other places, or it will be global grid. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു probably we are talking about 15 to 20 years of horizon. But at this point of time,
of course there are other solutions like pumped storage, hydels, etc. So when you have energy, you pump it back to the dam. Then the daytime, the night time, you generate energy. So there is a technical solution to that.